ഹായ് ഗൈസ്, ചാരിസ് വേൾഡ് പെറ്റ് അക്കൗണ്ടിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ജെയിൻറ്റ് പെറ്റാസിൻ്റെ വീഡിയോ സെയിൽ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സെയിൽ കിടക്കുമെന്ന്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻക്വയറി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും വീഡിയോ ഫിഷുകളുടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം. നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ ഏകദേശം ഒരു 3-4 പെയർ അത്രേ പോവുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് പുതിയ പെയറുകളെ വീഡിയോ എടുക്കാമെന്നൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഏകദേശം ഒരു 20-25 പെയറുകളെ നമുക്ക് ആ ആഴ്ച തന്നെ, കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ ആഴ്ച വരെ നമുക്ക് സെയിലായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എടുത്ത ഫിഷുകളുടെ സെയിൽ പോസ്റ്റ് പോലും ഇടാതെ അത്രയ്ക്ക് എൻക്വയറി ഉണ്ടായിരുന്നു ജെയിൻറ്റിന്. അത് തന്ന നിങ്ങളാണ്, സപ്പോർട്ട് ചെയ്ത നിങ്ങളാണ്. എല്ലാവർക്കും വളരെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ആദ്യം ഈ ഒരു സൈഡിലാണ് നമ്മളെല്ലാ ജെയിൻറ്റ് പെറ്റാസിനെയും ബോട്ടിൽ ചെയ്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്ത ആൾക്കാർക്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിന് ശേഷം വന്ന് കയറി കണ്ടാൽ മതിയാവും. ഏകദേശം എല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, പക്ഷേ ഇത് ഓൾറെഡി ഓർഡർ ആയതാണ്. ഇത് അടുത്ത ആഴ്ച കൊറിയർ അയക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഫിഷുകളുടെ അന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നീടെല്ലാം ഷോർട്സിലിടാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിൽ കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട്. രാവിലെ തന്നെ നമുക്ക് ആദ്യം ഫിഷുകൾക്കെല്ലാം ഫീഡ് കൊടുക്കാം. നമ്മൾ രാവിലെ ഇന്ന് പെല്ലറ്റാണ് ഫീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതാ കണ്ടല്ലോ, ഇത് വെയിൽറ്റെയിലിൻ്റെ ഒരു ബാച്ച് കിടക്കുകയാണ് ഇതിനകത്ത്. നമുക്ക് ഇത് വൈൽഡ് പെറ്റാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കോപ്പർ സ്മരാഗ്ഡിന ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് കുറവാണ് സാധനങ്ങളെല്ലാം. ഇതാ ഇവിടെയൊക്കെ മഹാച്ചായി ഒന്നും കാണാൻ വഴിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെ നമ്മുടെ ഗപ്പീസിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. കോയി ഗപ്പീസാണിത്. സാധാരണ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവാറുള്ളൊരു ലൈഫ് ഫീഡാണ് ഈ കാണുന്ന കൂത്താടി. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് ലൈഫ് ഫീഡ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ ബാക്കി കൂത്താടികളെ ഓരോ ടാങ്കുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ. ഇവിടെ നമ്മുടെ കുറച്ച് മൊയ്ന ടാങ്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിന്ന് കുറച്ച് വാട്ടർ ചേഞ്ചും അതേപോലെ തന്നെ കുറച്ച് ഇതിൻ്റെ കവറൊക്കെ മാറ്റാനുണ്ട്. ഇന്ന് ആ പണികളാണ് കൂടുതലും ചെയ്യാൻ പോകുന്നത്. ഇത് ആ മൂലയ്ക്ക് കാണുന്ന ഒരു ടാങ്കിലെ വെള്ളം വറ്റി പോയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നമാണിത്. ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ഹോള് വീഴും. ആ സമയത്ത് വെള്ളം വറ്റിപ്പോവും, വേറെ ഒന്നുമില്ല. ആ സമയം പിന്നീട് നമ്മളതിനെ മാറ്റി പുതിയ കവറിട്ടിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് നിറച്ച് വീണ്ടും സെറ്റ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ പരിപാടിയുള്ളത് ഇവിടുത്തെ. ഇതാ ഈ മൂലക്കിരിക്കുന്ന ഈ ടാങ്ക് ഉണ്ടോ, അതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിനകത്തുള്ള കൾച്ചറൊക്കെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ കാണുന്ന പോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കൾച്ചർ ഫുള്ളായിട്ട് മാക്സിമം നമ്മൾ ഇതിനകത്തുനിന്ന് കളക്ട് ചെയ്ത് മാറ്റും. വലയിൽ ഇതേപോലെ ഒരു തുണി വെച്ചതിന് ശേഷം കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം അതിനകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് പിടിക്കാൻ പറ്റും. എന്നാലും കുറേയൊക്കെ പോവും, അത് നമുക്ക് പ്രശ്നമല്ല. കാരണം പോയാലും നമുക്ക് ഇതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് വീണ്ടും കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതാണ് നമ്മളിനിപ്പോൾ ചെയ്യുന്നത്. ഓരോ ടാങ്കിൽ നിന്നും നമ്മൾ പിടിച്ച് മാറ്റി ഇതേപോലെ ചെയ്യുന്നുണ്ട്. സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് കിട്ടാറുള്ളൊരു പണിയാണ്. ഈ റബ്ബറിൻ്റെ അകത്താണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഫാമൊക്കെ.
ഈ റബ്ബറിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകാറുണ്ട്. അതിനുശേഷം ഇതിനെ തിളിർത്ത് വരുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയ പൂ വരുന്നുണ്ട്. ആ പൂ പൊഴിഞ്ഞ് ടാങ്കുകളിലൊക്കെ വീഴാറുണ്ട്. അതൊരു ചെറിയൊരു പണിയാണ്. എന്നാലും നമ്മളതിനെ മാക്സിമം കളക്ട് ചെയ്ത് മാറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ഇനി നേരെ നമ്മുടെ ടാങ്കുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളം മാറ്റിയിടാനുള്ള പണിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ ഇതിനകത്തൊക്കെ ഉള്ള അഴുക്കും ഇതൊക്കെ എല്ലാം മാറ്റുന്നതിന് വേണ്ടി ഈ വൈക്കോലിൻ്റെ അത് തന്നെ എടുത്ത് ഒരു ചിറ്റാകൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതിനകത്തുള്ള വെള്ളം എല്ലാം ചരിച്ച് കളഞ്ഞ് അതിനകത്തേക്ക് പുതിയ വെള്ളം സെറ്റ് ചെയ്യും. ആ കാണുന്ന ടാങ്ക് നമുക്ക് ആ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ പ്ലാസ്റ്റിക് സ്റ്റോക്കാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കുറച്ച് ആൾക്കാർ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. കിലോ 250 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. പ്രൈസ് റേഞ്ചൊക്കെ പല സ്ഥലത്ത് വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് 1 മീറ്ററിൻ്റെ വീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഇതേപോലെ നോക്കുകയാണെങ്കിൽ 2 മീറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് പണി തരുമെങ്കിലും നമുക്ക് ഇത് ടാങ്ക് റീസെറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ ചെയ്താൽ വെള്ളം നിറച്ചിടുക, വീണ്ടും നമ്മുടെ മൊയ്ന ടാങ്ക് സെറ്റായിട്ടുണ്ട്. കണ്ടീഷൻഡ് വാട്ടർ എപ്പോഴും നമുക്ക് സ്റ്റോക്കായിരിക്കും. 2 500 ലിറ്ററിൻ്റെ ടാങ്കുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇതേപോലെ കോരിയെടുത്ത് ഓരോ ടാങ്കുകളിലേക്ക് നമ്മൾ കൊണ്ട് ഒഴിക്കുകയാണ്. ഇതേപോലെ ഈ ടാങ്കുകളെല്ലാം നിറച്ചാൽ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കൾച്ചറുകൾ ഇട്ട് വയ്ക്കാം. അങ്ങനെ ടാങ്കുകളിലെ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിടിച്ചു വെച്ച ആ കൾച്ചറുകളെ സെപ്പറേറ്റ് ചെയ്ത് ഇതിനകത്ത് ഓരോ ടാങ്കുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് ഇനി പരിപാടി എന്ന് പറയുന്നത്. അത്യാവശ്യം അതിനകത്തുള്ള പൊടികളൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഓരോ ടാങ്കുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് നിറയെ കൾച്ചർ തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇപ്പം അങ്ങനെ വന്ന് കണ്ടല്ലോ. ഇതേപോലെ അത്രയും ഡാർക്ക് കൾച്ചറിൽ നിൽക്കുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റി ഇടുമ്പോൾ നമുക്ക് ഉള്ള ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നിറഞ്ഞു കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാക്സിമം നമുക്ക് കൂടുതൽ കൾച്ചർ ഇടുക. കുറച്ച് കൾച്ചറാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഇതിനകത്തേക്ക് കൾച്ചർ റെഡിയായി കളക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം 2-3 ദിവസം അതിനകത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് പിടിച്ചു തുടങ്ങാൻ പറ്റും. ആ ടാങ്കുകളിലേക്കും കൾച്ചർ ഒഴിച്ചാൽ നമ്മൾ ഒരേ കെട്ട് വൈക്കോൽ കൂടി ഇടും. കാരണം നമ്മൾ കൊടുക്കുന്ന ഫീഡിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ഈ ഒരു വൈക്കോലിൽ നിന്നിറങ്ങുന്ന സൂക്ഷ്മജീവികളൊക്കെ ഫീഡ് ചെയ്ത് ആ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ ബാക്കിയും കൂടി ഫീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവരൊക്കെ കൊടുക്കുന്നത് 2 നേരമാണ് ഫീഡ് ചെയ്യുന്നത്. ഈസ്റ്റ് വളരെ കുറച്ച് അളവിൽ നമ്മളിതായി ഒഴിക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയ സ്പൂണിൽ ഓരോ സ്പൂണൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിനകത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാക്സിമം കൂടുതൽ കാലം നമുക്ക് ഈ കൾച്ചർ ക്രാഷ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ മാത്രമല്ല, നമുക്ക് താഴെ വേറെയും കുറേ ടാങ്കുകളുണ്ട്. അവിടെയൊക്കെ നിൽക്കുന്നതുണ്ടോ. ഇതെല്ലാം ഏകദേശം നമ്മുടെ ബ്രീഡിംഗ് ടാങ്കും അതേപോലെ തന്നെ ഗ്രോട്ട് ടാങ്കിനേക്കാളും കൂടുതലും ഏകദേശം അതേപോലെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ലൈഫ് ഫീഡിൻ്റെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ആ ഒരു സൈഡിലേക്കാണ്. അവിടെ നമ്മളൊരു വലിയ മൊയ്ന ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ബാക്കിലോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു ടാങ്ക്. ഏകദേശം നമ്മുടെ ഒരു ഫാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ഫിഷിനേക്കാളും കൂടുതൽ ലൈഫ് ഫീഡ് തന്നെയാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറേ മഹാച്ചായുടെ ഒരു ബോട്ടിലിംഗ് സ്റ്റേജിന് തൊട്ട് മുന്നേയുള്ള സാധനങ്ങളെയൊക്കെ നമ്മളെ ഈ ഒരു ബേസിനകത്തേക്ക് ഇട്ടേക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സോർട്ട് ചെയ്ത് മാറ്റണം. 3-4 ടാങ്കുകളിൽ നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്ത് വിട്ടതാണ്. അതിനെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ സൈസുള്ള അനുസരിച്ച് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് അടുത്ത പരിപാടിയായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ അതിനകത്തു നിന്നൊക്കെ എല്ലാം തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് അനുസരിച്ചും മെയില് ഫീമെയിലൊക്കെ മാറ്റി ഓരോ ബോട്ടിലുകളിലേക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഈ ടാങ്കുകളിലേക്ക് തന്നെ ഇടും. എന്നിട്ട് മാക്സിമം ബോട്ടിലിങ്ങിൻ്റെ സൈസ് എത്ര എത്തുന്നോ അത്രയും സൈസായിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്യാറുണ്ട്. കാരണം കുറച്ച് സമയത്ത് മാത്രം ബോട്ടിലിട്ടാൽ മതി, ഈ കൂടുതൽ സമയം നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെയും ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അതിനുശേഷം നമ്മൾ ആ ബേസിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പുതിയ വെള്ളം പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് മാറ്റിയതിനെയൊക്കെ വീണ്ടും ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കിടപ്പുണ്ട് ഓരോന്നായിട്ട്. ഇവിടെ ഇത്രയും ടാങ്കുകൾ നമ്മളിവിടെ കാലിയൊക്കെ ഇട്ടേക്കാണ്. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഓരോന്നിനും ഇടാൻ പോവുകയാണ്. ഈ സൈഡിൽ കുറച്ച് നമ്മുടെ ഗപ്പികൾ കിടപ്പുണ്ട്, അത്യാവശ്യം സൈസായിട്ടുണ്ട്. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ റെഡ് ഇയർ കോഴി എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചതായിരുന്നു. സാധനം എല്ലാത്തിനും റെഡ് ഇയർ ഉണ്ടായിരുന്നു ഫീമെയിലിനൊക്കെ. പക്ഷെ നമ്മൾ ബ്രീഡ് ചെയ്യിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം കിട്ടി, കോഴി പാറ്റേണൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫീമെയിൽസിനൊന്നും റെഡ് ഇയർ ആയിട്ട് വരുന്നില്ല, നോർമൽ ഇയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. എന്നാലും അപ്പോൾ നമുക്ക് നോർമൽ കോഴി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്നുണ്ട്. റെഡ് ഇയർ എന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് വേണമെന്നുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ട്രയോ ആയിട്ട് നമുക്ക് സാധനം അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസൊക്കെയാണ് സാധനം. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ 2 ടാങ്കുകളിലേക്ക് ഇടണം. ഇവിടെ മെയിലുകളെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഫീമെയിൽ ആ ഒരു സൈഡിലേക്കുള്ള ടാങ്ക് അവിടേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫീമെയിലിന് കൊടുക്കുന്ന ടാങ്ക്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ആ കോൺടാക്ട് നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇവിടുത്തെ 2 ടാങ്കുകളിൽ നമ്മൾ മഹാച്ചായിയെ സോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 ടാങ്കുകളിൽ ഗപ്പികളുടെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തു. ഇനി 2 ടാങ്കുകൾ ഒഴിഞ്ഞിരിപ്പുണ്ട്. അതിനകത്തേക്ക് വെള്ളം നിറച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോ. ഇവിടെ കുറച്ച് ജെയിൻറ്റുകളുടെ ബാലൻസ് അവിടെ ഇരിപ്പുണ്ട്. പെയറുകളെല്ലാം കഴിഞ്ഞു. 2 മെയിൽ ഫിഷുകളെ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനുമല്ല, ഈ 5 ലിറ്റർ ബോട്ടിൽ കിടക്കുന്ന ഫിഷുകൾ അത്രയും സൈസ് വയ്ക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിനുകളിലേക്ക് വെള്ളം നിറച്ചിട്ട് 2 ഫിഷുകളെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് എത്രത്തോളം സൈസ് ആകും എന്ന് നോക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം കുറച്ച് സൈസ്, നമ്മൾ ഇതിനേക്കാളും വലിയ സൈസുള്ള ഫിഷുകളാണ് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തത്. എന്നാലും എത്രത്തോളം എത്തുമെന്ന് നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു സൈസിലാണ് സാധനം കിടക്കുന്നത്. ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് എത്രത്തോളം സൈസ് വരുമെന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടി, ഇത്രയും വളർത്തിയിട്ട് നമുക്ക് ഒന്നറിയണ്ടേ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ നമുക്ക് പിന്നീട് വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.